ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ രണ്ടാം ടെസ്റ്റ് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ തോറ്റതിന്റെ പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാരം ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ട്രാവിസ് ഹെഡും മുഹമ്മദ് സിറാജും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. മത്സരത്തിന് ശേഷം പത്രക്കാരോട് ട്രാവിസ് ഹെഡ് പറഞ്ഞത് നന്നായിട്ട് ബൗൾ ചെയ്തു എന്ന് സിറാജിനോട് പറഞ്ഞിട്ട് സിറാജ് അത് മനസ്സിലാകാതെ തന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു എന്നാണ് ഹെഡ് പറഞ്ഞത്. ഇപ്പൊ സിറാജ് വന്ന് തിരുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നന്നായി ബോൾ ചെയ്തു എന്നല്ല പറഞ്ഞത്, എന്നെ പരിഹസിക്കുകയായിരുന്നു ചെയ്തതെന്ന്. ഞാനിപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്ന് തൊട്ടാണ് ചില ആളുകൾക്ക് ഓസ്ട്രേലിയൻ ടീമിന്റെ സ്ലെഡ്ജിങ് ഇത്രയധികം ആസ്വദിക്കാനായിട്ട് തുടങ്ങിയത്. ഒരു ഇന്ത്യക്കാരൻ അതിനെ എതിർത്ത് കഴിഞ്ഞപ്പോ അയാളുടെ മതം പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്താനായിട്ട് എന്ന് തൊട്ടാണ് ഇന്ത്യക്കാർ പഠിച്ചു തുടങ്ങിയത്. സ്ലെഡ്ജിങ് അലങ്കാരമായി കൊണ്ടുനടന്ന ഓസ്ട്രേലിയക്കാരുടെ നെഞ്ചത്ത് ഡാൻസ് കളിച്ച് നമ്മുടെ സ്വന്തം ശ്രീശാന്തിനെ പോലും കുറ്റം പറഞ്ഞ ആളുകളാണ് നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ. എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് തുടർച്ചയായിട്ട് ബൗണ്ടറി നേടിക്കൊണ്ടിരുന്ന ഒരു ബാറ്റ്സ്മാനെ ബൗൾഡ് ആക്കിയപ്പോൾ ഒരു ബൗളർക്കുണ്ടായ ഒരു സന്തോഷമാണ് ആദ്യം സിറാജ് ചെയ്തത്. പക്ഷേ ഹെഡ് എന്തോ മുഖത്ത് നോക്കി പറഞ്ഞതിന് ശേഷമാണ് സിറാജ് കണ്ണുരുട്ടുകയും തിരിച്ച് വർത്താനം പറയുകയും ചെയ്തത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരു അപ്രിസിയേഷൻ ആണ് ഹെഡിന്റെ ഭാഗത്ത് നിന്ന് സിറാജിന് കൊടുത്തതെന്ന്? ഹെഡ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ നന്നായി ബൗൾ ചെയ്തു എന്ന് പറയുന്ന ഒരു ശരീരഭാഷയാണോ ഹെഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? എന്നിട്ടും സിറാജ് വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെന്നും അവൻ പഠിച്ച മതത്തിന്റെ പ്രശ്നമാണെന്നും അവൻ പ്രകടനത്തിനേക്കാളും കൂടുതൽ ഷോ ഓഫ് കാണിക്കുന്നവനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഒരു കളിക്കാരനെ ഇത്രയധികം കളിയാക്കാനും മാത്രം ചില ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്?